ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചാലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെ എന്നുള്ളതാണ്. ഇതിൽ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്, പ്രൈവറ്റ് മേഖലകളിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും, പിന്നെ നമ്മുടെ ഹയർ സ്റ്റഡീസിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതും, അതോടൊപ്പം തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, അതല്ലാതെ പിന്നെ നമ്മുടെ ഗവൺമെന്റ് മേഖലകളിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. സോ വീഡിയോയിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് എന്താണ് നമ്മുടെ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ജോബുകൾ മാത്രമാണോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന സാധനം. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, അതൊരു മിഥ്യാധാരണ മാത്രമാണ്. നമുക്ക് എഞ്ചിനീയറിംഗിന് ഒരുപാട് കരിയർ പാത്ത് ഉണ്ട്. അതായത് ഒരുപാട് മേഖലകളിലേക്ക് ഡിഫറെന്റ് ബ്രാഞ്ച് എടുത്താൽ നമുക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. ദെൻ കോർ എഞ്ചിനീയറിംഗ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാത്രമല്ല, നമുക്ക് കോർ ആയിട്ടുള്ള ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്, ബട്ട് സ്റ്റിൽ സ്കോപ്പുള്ള ഒരു സാധനമാണ്. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതോടൊപ്പം തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ ഒരുപാട് ബൂം, അതായത് കമ്പ്യൂട്ടർ സയൻസിനേക്കാൾ ഒരു ബൂം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഒക്കെ ആയിരിക്കും. കാരണം സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, അതുപോലെ നമ്മുടെ ഇ വി ചാർജിങ് ഇൻഡസ്ട്രിയും മറ്റുമൊക്കെ ആയിട്ട് അതിലൊക്കെ വലിയ മാറ്റങ്ങളാണ് ആക്ച്വലി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചിപ്പ് മേഖല, സെമി കണ്ടക്ടർ മേഖലകളൊക്കെ അവസരങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നിങ്ങൾ ഒക്കെ വായിച്ചു കാണും, അതായത് ഓപ്പൺ എഐയിലേക്കുള്ള അടുത്ത 5 വർഷത്തേക്കുള്ള അവരുണ്ടാക്കാൻ പോകുന്ന ചിപ്പുകളുടെ ഓർഡർ ഓൾറെഡി ക്ലോസ് ചെയ്തു എന്നുള്ളത്. ഇനി നിങ്ങളൊരു ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇനിയും 5 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഒരു ചിപ്പ് നിങ്ങൾക്ക് ഓപ്പൺ എഐയിൽ നിന്ന് മറ്റൊക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത്രയും ബൂമുകളുള്ള ഫീൽഡാണ് ആക്ച്വലി ഇലക്ട്രിക്കലിനൊക്കെ ഉള്ളത്. ദെൻ കമ്മിങ്സ് ടു AI ആൻഡ് അതോടൊപ്പം ഞാൻ പറഞ്ഞു നേരത്തെ IT സോഫ്റ്റ്വെയർ ഫീൽഡും അതോടൊപ്പം തന്നെ AI കരിയറുകളെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അതിൽ മെയിൻലി വരുന്നത് വെച്ചാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് നമുക്ക് നോക്കാം. പിന്നെ AI എഞ്ചിനീയർ ആവാം, അതോടൊപ്പം തന്നെ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആവാം. ഒരുപാട് സ്കോപ്പ് ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് ഫീൽഡിലുള്ള സാധനമാണ് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ അനലിസ്റ്റ് അല്ലെ ഡാറ്റ സയന്റിസ്റ്റ്, ആ രൂപത്തിലേക്കും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. ദെൻ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ട് IES എക്സാം തന്നെ ഉണ്ട്. സോ ആ മേഖലകളിലേക്കൊക്കെ നമുക്ക് പോകാം. അതൊന്നുമല്ലാതെ ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ റെയിൽവേ സെക്ടറുകൾ, അതല്ലാതെ ISRO, ദെൻ DRDO പോലത്തെ DRDOയും ISRO എന്നൊക്കെ പറയുന്ന NIT-കളിലും IIT-കളിലും ഒക്കെ പ്ലേസ്മെന്റ് എടുക്കാൻ വരുന്ന ഗവൺമെന്റ് കമ്പനികളാണ്. ദെൻ അല്ലാതെ PSU കമ്പനീസ്, അതായത് നമ്മുടെ ഗവൺമെന്റ് സെക്ടറുകളിൽ ഒരുപാട് കമ്പനികളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ PSU കമ്പനികളിലേക്ക് വരികയാണെങ്കിൽ അത് പബ്ലിക് സെക്ടറിലുള്ള ഒരുപാട് കമ്പനികളിലേക്കും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ മെയിൻലി നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് IAS എക്സാം എന്ന് പറയുന്നത്, IES എക്സാം നിങ്ങൾക്ക് എഴുതി ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഏതാണ്ട് IAS IES എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് സെയിം ഗ്രേഡിൽ നിൽക്കുന്ന, ആ ഒരു സെയിം റാങ്കിൽ നിൽക്കുന്ന പൊസിഷൻ ആണ്. ദെൻ ഹയർ സ്റ്റഡീസ് ഓപ്ഷനെ കുറിച്ച് പറയുമ്പോൾ BTech കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് പറ്റാവുന്ന ഒന്ന് എന്ന് പറയുന്നത് MTech ആണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് പലരും IIT NIT ഒക്കെ പഠിച്ച ആൾക്കാർ കൂടുതലും ചെയ്യാറുള്ളത് എന്ന് പറയുന്നത് CAT എക്സാമിനേഷൻ എഴുതി IIM-കളിൽ പോയിട്ട് എന്ത് ചെയ്യുക, MBA ചെയ്യുക എന്നുള്ളതാണ്, ബിസിനസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അബ്രോഡ് പോയി MS എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദെൻ കമ്മിങ്സ് ടു PhD, അതായത് നമ്മുടെ BTech കഴിഞ്ഞ് MTech ദെൻ PhD എന്നുള്ള മോഡൽ അല്ലാതെയും PhD-ലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ BTech MTech ദെൻ PhD എന്നുള്ള രൂപത്തിലും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. ദെൻ കമ്മിങ്സ് ടു ബിസിനസ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്, അതായത് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ് ഏതർ, ഓല, ഫ്ലിപ്കാർട്ട്, ഇതുപോലുള്ള ഒരുപാട് കമ്പനികൾ ആക്ച്വലി NIT IIT പാസ് ഔട്ട്സിന്റെ സ്റ്റാർട്ടപ്പുകളാണ്. സോ അതുപോലുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള എഞ്ചിനീയേഴ്സിന് ഒബ്വിയസ്ലി ഒരുപാട് എഞ്ചിനീയേഴ്സ് നമുക്ക് അറിയാവുന്നവർ തന്നെ പലരും കേരളത്തിലും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ സ്റ്റാർട്ടപ്പ് നടത്തിയിട്ടുള്ളത്. സോ അങ്ങനെ നിങ്ങൾക്ക് പോകാം. അതല്ലാതെ ഫ്രീലാൻസിങ് മോഡിൽ വേറെ ആരുടെയും അണ്ടറിലല്ലാതെ നമുക്ക് തോന്നുമ്പോഴൊക്കെ വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. അതല്ലാതെ ഓൺട്രപ്രണർഷിപ്പ് ചെയ്യാം. ദെൻ കൺസൾട്ടിങ്, അതായത് പല ഡിസൈനിങ് ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതാണോ നമ്മൾ എടുത്തിട്ടുള്ള ബ്രാഞ്ച്, ആ ബ്രാഞ്ചിന്റെ ഫീൽഡിൽ നമുക്കൊരു കൺസൾട്ടന്റ് ആയിക്കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതിലാണോ എക്സ്പേർട്ട് ആയിട്ടുള്ളത് ആ മേഖലയിൽ നമുക്കൊരു കൺസൾട്ടന്റ് ആയി വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ കമ്മിങ്സ് ടു ഫ്യൂച്ചർ ടെക്നോളജി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ബൂമുള്ള ഫീൽഡാണ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത്. ദെൻ റിന്യൂവബിൾ എനർജി സോഴ്സിലും, അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു സെമി കണ്ടക്ടർ ചിപ്പ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ബൂം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്.
ദെൻ വാട്ട്സ് ഡിസൈഡ് യുവർ സക്സസ്. അതായത് ഒന്നാമതായിട്ട് ഞാൻ പറയുക, സ്കില്ല് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇതാക്കുന്ന ആ ഒരു എക്സ്പെർട്ടൈസ്ഡ് ആവണം എന്ന് വിചാരിക്കുന്ന ആ ഒരു ഡൊമൈനിൽ നിങ്ങൾ സ്കിൽഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. ദെൻ നിങ്ങൾ അതിലൊരു പ്രൊജക്റ്റും സാധനങ്ങളും ഒക്കെ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിൽ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഒരു ഇന്റേൺ പറ്റുകയാണെങ്കിൽ അതിലൊരു ഇന്റേൺഷിപ്പും അതോടൊപ്പം തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആയി തന്നെ നിങ്ങൾക്ക് മാറാൻ പറ്റും. ദെൻ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്ലസ് സ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് സാധ്യതകളുടെ വാതിൽ നിങ്ങൾക്ക് തുറന്നിടുകയാണ്. പക്ഷെ നിങ്ങൾ ഇതിൽ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്രാഞ്ചോ അല്ലെ മറ്റോ ഒന്നുമല്ല, നിങ്ങളുടെ സ്കില്ലാണ് അവിടെ പ്രാധാന്യമാകുന്നത്. ഇതിന്റെ കൂടെ ഈ ഒരു സ്കിൽ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു അൺലിമിറ്റഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമായി മാറും എന്നുള്ളതാണ്. സോ ഇതുപോലുള്ള വീഡിയോസും കരിയർ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ബൈ.